UK ഇപ്പോൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സാധനം കേട്ടോ ബ്ലാക്ക്ബെറി. നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം ഇത് പറിച്ചുകൊണ്ട് പോയിട്ട് വൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതൊന്ന് പരീക്ഷ നോക്കിയായിരുന്നു. അത് വൻ വിജയമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ഈ തവണയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അതുകൊണ്ട് വൈൻ ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക്ബെറി പറിക്കാൻ വന്നേക്കുവാണ്. ഇത് പറിച്ചെടുക്കാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം ഇതിന് നിറയെ മുള്ളാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ മുൾക്കാടൊക്കെ കാണില്ല, അതുപോലെ ഈ സാധനം ഉണ്ടായി നിൽക്കുന്നത്. പക്ഷെ ബ്ലാക്ക്ബെറി കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ മൾബെറിയുടെ ഒക്കെ ഏകദേശം ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ്. ചിലത് നല്ല മധുരമായിരിക്കും, പക്ഷെ ചിലതിന് നല്ല പുളിപ്പായിരിക്കും. അപ്പൊ എന്തായാലും കഷ്ടപ്പാടാണേലും പറിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ശരിക്കും മുള്ള ഇത് നിറയെ. സൂക്ഷിച്ച് പറിച്ചില്ലെന്നുണ്ടെങ്കിൽ കൈയുടെ കാര്യത്തിൽ തീരുമാനമായി കിട്ടും. ഇതിപ്പോ ഒരു മതിലിന്റെ അകത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് കയറാനുള്ള ആക്സസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പറിക്കാൻ ഓർത്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലം ഒക്കെ പറിക്കാൻ വന്ന പാർക്കിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അതിന്റെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിവിടെ നിൽക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഇത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ആഴ്ച ഞങ്ങൾ ഒരു ചെറിയ കവറൊക്കെ ആയിട്ടാണ് പോന്നേക്കുന്നത്. നമ്മുടെ മുന്തിരി വൈനൊക്കെ ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഒരു ടേസ്റ്റാണ് കേട്ടോ ബ്ലാക്ക്ബെറി വൈൻ ഇട്ട് കഴിഞ്ഞാൽ. ഇതിനൊരു പുളിപ്പും മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് കഴിയുമ്പോൾ ഒരു 4-5 മാസം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്തിരി വൈൻ്റെ ഒക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു മുന്തിരി വൈനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഒരു സാധനം നമുക്ക് അതിന്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അണ്ണന് പേടിയാ നമ്മൾ വൈൻ കൊടുക്കില്ലല്ലോ, അതാരാണ് ചാടി ചാടി എന്ന് പറക്കണേ. ഞാൻ കളക്ഷൻ മുറിച്ചോ, നീ കൈ മുറിച്ചോ? ശരിയാ. അതെ ഞാനും പറഞ്ഞു, ഇവിടുന്ന് ഞങ്ങൾ പറിച്ചിട്ട് പോവാം. ഇതിപ്പോ ആരും പറിച്ചില്ലെങ്കിൽ വേസ്റ്റ് ഇവിടെ കിടന്ന് അരിഞ്ഞ് അങ്ങ് പോട്ടുന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ അവിടെ പറിക്കുന്ന കണ്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ കുറച്ച് ചെറിയ പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഓരോ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പറിക്കാനായിട്ട് ഇറങ്ങി വന്നു. അപ്പൊ ഞങ്ങൾ ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഓർമ്മ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല മധുരം ഉണ്ടോന്നേ. വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാൽ അത്ര മധുരം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. ചെറിയൊരു പുളിപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. കവർ നിറഞ്ഞു അറൗണ്ട് 2 കിലോ അടുത്തുണ്ട്. ഇത് എന്തായാലും ഡബല പോട്ടെ. ഷുഗർ, വാട്ടർ, സിനമൺ, ക്ലോവ്. ഇത് കണ്ടോ, അതിനിടയ്ക്ക് ഇവിടെ കിട്ടിയ ഒരു ബോംബാണ് കേട്ടോ ഇത്. ബോംബുണ്ട്. ഇത് പൈൻ പോലത്തെ എന്തോ ഒരു മരാന്ന് തോന്നുന്നു, അതിന്റെ കായാണ്. അങ്ങനെ നമ്മള് ബ്ലാക്ക്ബെറി പിക്കിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. ഇത്രയും ബ്ലാക്ക്ബെറി ഇന്ന് നമ്മള് പിക്ക് ചെയ്തതാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഇത് എന്തോരം ഉണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 3 കിലോയുടെ അടുത്ത് ബ്ലാക്ക്ബെറി നമ്മളിത് പിക്ക് ചെയ്തു കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ആദ്യം ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. കാരണം റോഡ് സൈഡിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ പറിച്ചത്. അപ്പൊ ഒന്ന് വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇപ്പൊ ബ്ലാക്ക്ബെറി എല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ടയർഡായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് മടങ്ങി. ഫ്രണ്ട്സ് എല്ലാം പോയി. അപ്പോൾ നമ്മൾ ബ്ലാക്ക്ബെറി ബാക്കിയുള്ളത് കഴുകി എടുത്തിട്ടുണ്ട്. ഇടാനുള്ള ജാറ് നമ്മൾ കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്, തുടച്ചെടുത്തിട്ടുണ്ട്. സ്പൈസസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, പിന്നെ ഇടാനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ പ്രോപ്പറായിട്ട് വൈൻ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഇടാറ്. കഴിഞ്ഞ തവണ നല്ലതായിരുന്നു, നല്ല വൈനായിരുന്നു. അപ്പൊ ഇട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ലെയറായിട്ട് ഇടുക തന്നെ. ഇപ്പൊ എത്രത്തോളം നമ്മൾ
ബ്ലാക്ക്ബെറി എടുക്കുന്നോ അതിനൊരു കുറച്ച് കുറവ് അല്ലെങ്കിൽ ഏറെക്കുറെ അടുത്ത് വരാൻ പാകത്തിന് പഞ്ചസാര ഇടും, എന്നിട്ട് കുറച്ച് സ്പൈസസ് ഇടും, പിന്നെ ഫില്ല് ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിക്കും. അത് പാത്രത്തിൽ മൊത്തം ഇടാൻ പാടില്ല, നമുക്കൊരു 3/4 ഇടാവുള്ളൂ, 3/4 ഭാഗം ഇടാവുള്ളൂ, ഇത്ര വരെയൊക്കെ ഇടാൻ പറ്റുള്ളൂ. എന്തായാലും ഇട്ട് നോക്കാം. അപ്പൊ ഞാൻ ബ്ലാക്ക്ബെറി ഫസ്റ്റ് ലെയർ ഇടുവാണേ. ഇതിപ്പോ എടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകാൻ പാകത്തിനുള്ള നന്നായിട്ട് പഴുപ്പായിട്ടുണ്ട് അത്യാവശ്യം. ഞാൻ താഴെ നല്ലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, താഴെ വീണ് പോകാതിരിക്കാൻ. താഴെ പോകുന്നുണ്ട്. ഒരു ലെയർ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്ലാക്ക്ബെറി അല്ലല്ലോ, ഇത് ശരിക്കും വൈൽഡ് ബെറി അല്ലേ? സോർട്ട് ഓഫ്. പ്രോപ്പർ ബ്ലാക്ക്ബെറി എന്ന് പറയാൻ പറ്റത്തില്ല, എന്ന് ബ്ലാക്ക്ബെറി തന്നെയാണിത്. കടയിൽ നിന്ന് കിട്ടുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസാണ്, അത് ഫാമിൽ വളർത്തിയെടുക്കുന്നത്. അതിന്റെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ മാങ്ങ കിട്ടത്തില്ലേ, മാങ്ങ ഹൈബ്രിഡ് മാങ്ങ, നല്ല വലിയ മാങ്ങ കിട്ടും, നാട്ടുമാങ്ങ കിട്ടും, അതുപോലെയൊക്കെ തന്നെ. ഇപ്പം ഏറെക്കുറെ ഒരു 3/4 ഭാഗം ആവാറായിട്ടുണ്ട്. എന്നാൽ ബെറി ഇനി ബാക്കിയുണ്ട് താനും. നോക്കാം, കുറച്ചുകൂടെ ഇട്ടേക്കാം. കുറച്ച് സ്പൈസസ്. പഞ്ചസാരയായി പോകും, ഇല്ല, ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. 1/2 കിലോ പഞ്ചസാര ഇറങ്ങിയിട്ടുള്ള ഇതിലേക്ക് കുറച്ച് ഇത് ഗ്രാമ്പു ഇട്ടു, പട്ട ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, 2-3 ഏലക്കായ വിടുന്നുണ്ട്, ഒരു സ്മെല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ്, തിളപ്പിച്ച് നന്നായിട്ട് ആറി വെച്ചിരിക്കുന്ന വെള്ളമാണ്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും UK യിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇതൊക്കെ പറിച്ച് ഇട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നമ്മള് ഇവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വൈനിന്, നമ്മൾ അൽദീനും സെയിൻസ്ബറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന വൈനിന് കുറച്ചും കൂടെ ചവർപ്പ് കൂടുതലല്ലേ. എനിക്കത് അത്രയ്ക്കും ഇഷ്ടപ്പെടാറില്ല കേട്ടോ, ഭയങ്കര ചവർപ്പുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ കാശ് കൊടുക്കാതെ കിട്ടുന്ന ഒരു സാധനം ഇതല്ലേ. അല്ല, ഇത് നല്ലതാ, ശരിക്കും നല്ലൊരു ഫ്രൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാവാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയപ്പെടുന്നവര്, എനിക്കറിയില്ല ആധികാരികമായിട്ട് പറയാൻ. പക്ഷെ ഇവർക്ക് ഇംഗ്ലീഷുകാരെപ്പോഴും നല്ല ഫ്രൂട്ടാന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ്. ഏറെക്കുറെ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഒത്തിരി തിക്കാൻ പറ്റില്ല, കാരണം ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മറന്നുപോയി, കുറച്ച് ഒരു പൊടിക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈസ്റ്റ് ഒത്തിരി ഒന്നും ഇടാൻ പാടില്ല, കുറച്ചേ ഇടാവുള്ളൂ. ഞാൻ കുറച്ച് നേരം ഇട്ട് നോക്കിക്കോട്ടെ. കുറച്ച്, ഒത്തിരി ഒന്നും ഇടരുത്, കുറച്ച് ഈസ്റ്റ്, സാധാ ഈസ്റ്റ്. ഇത് കുറയാലോ, കുറച്ചേ ഉള്ളൂ, അത് മതി. ഒന്ന് ഫെർമെന്റേഷൻ ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട്. എനിക്ക് പക്ഷേ ഇതിനകത്ത് വെള്ളം കൂടുതൽ കിടക്കുന്നല്ലേ തോന്നുന്നു. ഒന്നുമില്ല, ഇതിപ്പോ ഫെർമെന്റ് ആയിക്കോളും. ആവശ്യത്തിന് ഫ്രൂട്ട് ഉണ്ട്, നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടില്ല, ഫ്രൂട്ട്സാ കൂടുതൽ. പിന്നെ ഇപ്പൊ ഇതൊരു കുറച്ച് നാളത്തേക്ക് എടുത്ത് വയ്ക്കണം. അപ്പൊ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തുറന്നു നോക്കാം. ഇത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമുക്കിനി ഇടയ്ക്കൊന്ന് ഒരു 1 വീക്ക് കഴിയും, ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, 1-2 ദിവസം കഴിയുമ്പോൾ. നൈറ്റ് ടൈമിൽ തുറന്ന് ഇളക്കി കൊടുക്കാൻ നല്ലത്. അതുപോലെ തന്നെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് ഇതേപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തിട്ട് കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൈയിട്ട് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാം, ഒന്ന് ഇത് കൊടുക്കുക, ഒന്ന് ഞെരട്ടി കൊടുക്കുക, എല്ലാം ഒന്ന് അതിന്റെ ഫ്രൂട്ടിന്റെ ജ്യൂസ് പുറത്തേക്ക് വരാൻ പാകത്തിനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മന്തിനടുത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി വൈനായിട്ട് വരും. എന്നാൽ ഇനി ബാക്കിയുള്ള ബെറി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ. ഈ ബാക്കി ഉണ്ടായിരുന്നത് ഫുള്ള് കളയേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ തപ്പി നോക്കിയപ്പോ ഞങ്ങൾക്ക് കുറച്ച് പഴയ ന്യൂട്രിലയുടെ ഒക്കെ ബോട്ടിൽ കിട്ടി. അപ്പൊ ഞങ്ങൾ ഓർത്തു പറഞ്ഞാൽ പിന്നെ കളയണ്ട, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പറിച്ചതല്ലേ, മുള്ളൊക്കെ കൊണ്ട് പറിച്ചതല്ലേ, അപ്പൊ അതും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് വെക്കാന്ന് ഓർത്ത് ഞങ്ങൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ശരിക്കും പറഞ്ഞാല് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ബെറിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു ആന്റി ഓക്സിഡന്റ്സിന്റെ ഒക്കെ ഒരു സോഴ്സ് ആണ് ഈ ബ്ലാക്ക് ബെറി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഇപ്പൊ ചുളിവുകളൊക്കെ
വരാതൊക്കെ നോക്കാനും പിന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും ബ്ലാക്ക്ബെറി കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അത്രയും ഗുണമൊക്കെ ഉള്ള ഒരു സാധനം നമുക്ക് വെറുതെ അങ്ങനെ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ UK-ലൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഇത് നിങ്ങളുടെയൊക്കെ പരിസരത്ത് കാണും. കാരണം ഇതൊന്ന് ഒരു സ്ഥലത്ത് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ ഫുള്ള് ഇതായിരിക്കും. മുള്ളുള്ളതാണ് ആകെയുള്ള ഒരു പ്രശ്നം കേട്ടോ. ഇപ്പൊ നമ്മള് സാധാരണ ഇവിടെയുള്ള വീടുകളിലൊക്കെ പോകുമ്പോൾ ബാക്ക് യാർഡ് ഫുള്ള് ബ്ലാക്ക്ബെറി ഒക്കെ കയറി കിടക്കുന്ന കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്ന വൈനേക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.